ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തിയുടെയും പൂരിയുടെയൊക്കെ ഒപ്പം കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ മസാലയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ 2 സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ 2 പച്ചമുളക് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് നിങ്ങൾ എടുത്തോണം കേട്ടോ. ഒരു 5 വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു 3 പൊട്ടറ്റോ എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ പൊട്ടറ്റോ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തോ കേട്ടോ, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇത് കുക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നല്ലപോലെ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് നല്ലപോലെ പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വഴറ്റാം. ഏകദേശം ഒരു 3 മിനിറ്റോളം സമയം ഇത് വഴറ്റി കൊടുക്കണം. നല്ലപോലെ ഈ സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടി തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വരുത്തുക. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ ആവിയൊക്കെ നല്ലപോലെ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെയുള്ള ഒരു പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഇരിക്കുന്നതൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എല്ലാം നല്ല പേസ്റ്റ് പോലെ ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുവിധം നല്ലപോലെ ഒന്ന് ഉടച്ച് മസാല ഒന്ന് ഇളക്കിയെടുക്കുക. അങ്ങനെ ഈ പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെയും പൂരിയുടെയൊക്കെ ഒപ്പം കഴിക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പൊട്ടറ്റോ മസാലയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഇതിന് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ബൈ.